മഹാമത ഇതിക്കാതെ ശിഷ്യാശാഖ സമന്വിതം. എന്താ അർത്ഥം? യദസ്മിന്നന്ത്രേ മ്ലേച്ഛ ആചാര്യേണ സമന്വിത. മതം വെളുത്തവൻ, സവർണൻ, അവർണൻ, പാവപ്പെട്ടവൻ, പണക്കാരൻ, അറബി, അനറബി, പാശ്ചാത്യൻ, പൗരസ്ത്യൻ എന്നുള്ള ആ വിവേചനങ്ങളുണ്ടല്ലോ, ആ വിവേചനത്തിന്റെ മതിൽക്കെട്ടുകളെ തകർത്ത് തരിപ്പണമാക്കുന്ന മഹാമത് മുഹമ്മദ് എന്ന പ്രവാചകൻ വരും. മഹാമത് മഹാമത് മുഹമ്മദ് എന്ന പ്രവാചകൻ വരും. ഇതിക്കാതെ ശിഷ്യാശാഖ സമന്വിതം. ആ മുഹമ്മദിന്റെ അനുയായികൾ, ശിഷ്യന്മാർ, ശിഷ്യശാഖ സമന്വിതം. ആ മുഹമ്മദിന്റെ അനുയായികൾ, ശിഷ്യന്മാർ ലോകത്ത് മുഴുവനും വ്യാപിക്കുമെന്ന് വ്യാസമഹർഷി ഭവിഷ്യ പുരാണത്തിൽ പറയുന്നു. ഏതസ്മിന്നന്തരേ മ്ലേച്ഛ ആചാരേണ സമന്വിത മഹാമത ഇതിക്കാതെ ശിഷ്യാശാഖ സമന്വിതം. കൂട്ടുകാർ മനസ്സിലാക്കണം, ആരാ മുത്തുനബി? ഇങ്ങനത്തെ ഒരു പവർ യേശുക്രിസ്തുവിനില്ല, ശ്രീരാമനില്ല, ശ്രീബുദ്ധനില്ല, ടോൾസ്റ്റോയിക്കില്ല, എബ്രഹാം ലിങ്കനില്ല, സർ ഐസക് ന്യൂട്ടനില്ല, തസ്ലീമ നസ്റിനില്ല, ടോൾസ്റ്റോയിക്കില്ല, അതുപോലെ തോമസ് കാർലൈനില്ല, ആർക്കുമില്ല. ഹബീബായ മുത്തുനബിക്ക് മാത്രമാണ്. ഈ മുത്തുനബി തീവ്രവാദിയാകുമോ? ഇല്ല, ഒരിക്കലുമില്ല. അള്ളാഹുവിന്റെ റസൂൽ തസ്ലീമ നസ്ർ പറഞ്ഞതുപോലെ പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത മഹാനല്ല. സമയമില്ലാത്തവരെ ചുരുക്കി പറയുക, അമേരിക്കയിലെ പെൻസിൽവാനിയ ഭൗതികമായി തന്നെ മറുപടി കൊടുക്കുക. തസ്ലീമ നസ്ർ ഒന്നും പഠിച്ചിട്ടില്ല, ഒരു ചുക്കും അറിയില്ല. തസ്ലീമ നസ്ർ സംവാദത്തിന് തയ്യാറാണോ? ആർക്കും തയ്യാറാവാം. മുത്തുനബിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു മൈനസ് പോയിന്റ് ചൂണ്ടിക്കാണിക്കാൻ ആണത്വമുള്ള ഏത് എഴുത്തുകാരുണ്ടോ, സാഹിത്യകാരുണ്ടോ, എഴുത്തുകാരികളുണ്ടോ, സംവാദത്തിന് തയ്യാറാകണം. അതാണ് ആദർശം. ഏതെങ്കിലും മൂലയിൽ ഒളിച്ചിരുന്നിട്ട് ലേഖനം എഴുതിയാൽ പോരാ. ഏതെങ്കിലും ആര് പറയാത്ത എവിടെയോ ഒളിച്ചിരുന്നിട്ട് ലേഖനം എഴുതല. അത് ആണത്വമല്ല, തന്റെ ഇടമല്ല, ആശയ പ്രതിബദ്ധതയല്ല. ആശയം എന്ന് പറഞ്ഞാൽ ആശയത്തെ ആശയം കൊണ്ട് നേരിടുക. അതുകൊണ്ട് മുത്തുനബിയുടെ, ലോകത്തിന്റെ നേതാവ്, പ്രപഞ്ചത്തിന്റെ ദിഗന്ധങ്ങളിൽ പരിവർത്തനത്തിന്റെ വടകത്തിന് മുഴക്കിയ ചരിത്രത്തിന്റെ ചക്രവാളത്തിൽ സൂര്യോദയത്തേജസ്സായി പ്രോജ്വലിക്കുന്ന അങ്ങ് ശീതളക്കാറ്റിന്റെ സീൽക്കാരം പേറിക്കൊണ്ട് മദീനാ മുനവറയിൽ അന്തിയുറങ്ങുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബിയുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു മേഖലയിൽ ഒരു മൈനസ് പോയിന്റ് ചൂണ്ടിക്കാണിക്കാൻ ലോകത്ത് ആരെയും വെല്ലുവിളിക്കുന്നു. കഴിയില്ല, കഴിയില്ല. അമേരിക്കയിലെ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ, ശരിക്കും മനസ്സിലാക്കുന്ന ചെറുപ്പക്കാർ, പോപ്പ് ഗായകനാണ്. 2 മാസം മുമ്പ് മരിച്ചുപോയ ആളാണ്, അന്തരിച്ചുപോയ ആളാണ്. 2-3 മാസം മുമ്പ് അന്തരിച്ചുപോയി മൈക്കിൾ ജാക്സൺ. ഭയങ്കര ആരാധകരും ഒരുപാട് ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഒരു പോപ്പ് ഗായകനായിരുന്നു മൈക്കിൾ ജാക്സൺ. തന്റെ പാട്ട് കൊണ്ട്, ശബ്ദത്തിന്റെ മധുരം കൊണ്ട്, ആ തന്റെ മാസ്മരികതമായ ആക്ഷനും മറ്റുമെല്ലാം കൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ ആവാഹിച്ചെടുത്ത പോപ്പ് ഗായകനാണ് മൈക്കിൾ ജാക്സൺ. ആ മൈക്കിൾ ജാക്സൺ ചത്തുപോയി. സുബ്ഹാനല്ലാഹ്. ചത്തുപോയപ്പോ ആ മൈക്കിൾ ജാക്സന്റെ ഷൂവും സോക്സും, മൈക്കിൾ ജാക്സൺ ധരിച്ചിരുന്ന ഷൂവും സോക്സും ഞെരുമ്പിപ്പോയ, കീറിപ്പോയ, എത്രയോ പഴക്കമുള്ള ആ ഷൂവും സോക്സും ലേലം വിളിച്ചു കൊടുത്തു. എത്രയാ ലേലത്തിന്റെ കാശ്? സുബ്ഹാനല്ലാഹ്. അമേരിക്കയിലെ $75,000. അമേരിക്കന്റെ $75,000. ഒരു ഡോളറിന്റെ ഇന്ത്യന്റെ വില 53 രൂപ. 53 രൂപ. ഇന്ത്യന്റെ, അമേരിക്കന്റെ ഒരു ഡോളർ ഇന്ത്യയിൽ വരുമ്പോൾ 53 രൂപ. $75,000 എത്ര ലക്ഷമായി? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇന്ത്യന്റെ എത്ര ലക്ഷമായി? 75,000 അമേരിക്കൻ ഡോളറിന് ഒരു ചെറുപ്പക്കാരൻ ലേലം വിളിച്ചു. ഏതാ ചെറുപ്പക്കാരൻ? അതും അബ്ദുള്ള എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരനാണ്. കൊള്ളാം, കൊള്ളാം. ഈ മുസ്ലിം ചെറുപ്പക്കാരനെങ്ങാനും ഒരു നബിദിനത്തിന്റെ ഫംഗ്ഷന് വേണ്ടിയോ, പള്ളിക്ക് വേണ്ടിയോ, മദ്രസക്ക് വേണ്ടിയോ 1000 ചോദിച്ചാൽ കൊടുക്കുവോ? ഇല്ല, ഇല്ല. ഹബീബായ മുത്തുനബിയെ വേണ്ട. തെണ്ടുൽക്കറും ധോണിയും ഇർഫാൻ പത്താനും ഷാറുഖ് ഖാനും റസൂൽ പൂക്കുട്ടിയും അതുപോലെ തന്നെ തുടങ്ങിയുള്ള ബോളിവുഡ് ക്രിക്കറ്റിന്റെയും ഫുട്ബോളിന്റെയും താരങ്ങളുടെ ആശയങ്ങളും വേഷവിധാനങ്ങളും പിൻപറ്റാൻ ആവേശം കാണിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, ചിന്തിക്കണം നിങ്ങൾ. ഹബീബായ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം അമേരിക്കയിലെ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ, അമേരിക്ക എന്ന് പറഞ്ഞാൽ എല്ലാമായല്ലോ, ആ അമേരിക്കയിലെ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ മതവിഭാഗത്തിലെ പ്രൊഫസർമാർ ഒരു പഠനം നടത്തി. വല്ലാത്ത പഠനം, അത്ഭുതകരമാണ്. എന്താ പഠനം? കഴിഞ്ഞ 300 കൊല്ലം ജീവിച്ച് മരിച്ചുപോയ ബുദ്ധിജീവികളിൽ സ്വാധീനം ചെലുത്തിയ നമ്പർ 1 വ്യക്തി ആരാണ്? അതാ പഠനം. കഴിഞ്ഞ 300 കൊല്ലം ജീവിച്ച് മരിച്ചുപോയ ബുദ്ധിജീവികളിൽ നമ്പർ 1 സ്വാധീനം ചെലുത്തിയ മഹൽ വ്യക്തിത്വങ്ങൾ ആരാണെന്ന് എന്ന പഠനം. ആ പഠനത്തിന്റെ റിപ്പോർട്ട് കൗതുകമാണ്, അത്ഭുതകരമാണ്. ഏതൊരു നിഷ്പക്ഷമതയെയും ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കുന്നതാണ്. സാനിയ തസ്രീമ നസറിന്റെ ആരോപണം നീണ്ടുപോകും, അതങ്ങ് ഇല്ലാതായി പോകും. അങ്ങനത്തെ റിപ്പോർട്ടാണ്. എന്താ റിപ്പോർട്ട്? സുബ്ഹാനല്ലാഹ്, മനസ്സിലാക്കണം. കഴിഞ്ഞ 18 കൊല്ലം, കഴിഞ്ഞ 300 കൊല്ലം ജീവിച്ചു മരിച്ചുപോയ 18,000 ബുദ്ധിജീവികൾ റസൂലുള്ളാഹിക്ക് 1ാമത്തെ സ്ഥാനം കൊടുത്തു. സുബ്ഹാനല്ലാഹ്. 2ാമത്തെ സ്ഥാനം യേശുക്രിസ്തുവിന്, 3ാമത്തെ സ്ഥാനം ശ്രീബുദ്ധന്, പിന്നെ നമ്മള് ടോൾസ്റ്റോയിക്ക്, ടോളമിക്ക്, എബ്രഹാം ലിങ്കന്, അങ്ങനെ നീണ്ടുപോകുന്നു. 1ാമത്തെ സ്ഥാനം ആർക്കാ? ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ. എവിടെ തസ്രീമ നസ്ർ? എവിടെ തസ്രീമ നസ്ർ? ഒന്നും അറിയില്ല. ഡെൻമാർക്കിന്റെ പത്രങ്ങൾ എവിടെ? കീറപത്രങ്ങൾ. ചരിത്രം പഠിക്കണം. നിങ്ങൾ ചരിത്രത്തോട് വ്യഭിചരിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാക്കണം. അമേരിക്കയിലാണ് ഈ പഠനം നടക്കുന്നത്. യുഎഇയിലല്ല, ദുബൈയിലോ അബുദാബിയിലോ ഖത്തറിലോ കുവൈത്തിലോ ബഹ്റൈനിലോ സൗദി അറേബ്യയിലോ അവിടുത്തെ മക്കത്തോ മദീനത്തോ അല്ല. സാക്ഷാൽ അമേരിക്കയിലെ പ്രൊഫസർമാർ നടത്തിയ പഠനം. കഴിഞ്ഞ 300 കൊല്ലം ജീവിച്ചു മരിച്ചുപോയ 18,000 ബുദ്ധിജീവികൾ. 10 പേരല്ല റസൂലുള്ളാഹിക്ക് 1ാമത്തെ സ്ഥാനം കൊടുത്തത്. 10 ആളല്ല, 100 പേര് മാത്രമല്ല, 1000 പേര് മാത്രമല്ല, 18,000. റസൂലുള്ളാഹിനെ താഴ്ത്തി പറഞ്ഞത്, റസൂലുള്ളാഹിക്ക് മൈനസ് പോയിന്റ് കണ്ടത് 218 പേര് മാത്രം. മനസ്സിലാക്കണം. അത്ര 218 പേര് മാത്രമാണ് മുത്തുനബിയെ താഴ്ത്തി പറഞ്ഞത്. മറ്റ് 18,000 വരുന്ന ക്രിസ്ത്യാനികളും ജൂതന്മാരുമാകുന്ന എഴുത്തുകാരും സാഹിത്യകാരും ഒരൊറ്റ മുസ്ലിമില്ല, എല്ലാ ക്രിസ്ത്യാനികളാ. 18,000 ബുദ്ധിജീവികളിൽ എല്ലാം ക്രിസ്ത്യാനികളാ. ആ 18,000 ആൾക്കാർ മുത്തുനബിക്ക് 1ാമത്തെ സ്ഥാനം, അവരുടെ യേശുക്രിസ്തുവിന് 2ാമത്തെ സ്ഥാനം കൊടുത്തു. അവരുടെ വിഷയമായിട്ട് പുസ്തകം എഴുതിയാലും നമ്മൾ അക്രമത്തിന്റെ മാർഗം സ്വീകരിക്കാൻ പാടില്ല. നമുക്കതുകൊണ്ട് യാതൊരു നേട്ടം ഉണ്ടാവില്ല. കോട്ടമല്ലാതെ നമുക്ക് ആശയം കൊണ്ട് നേരിടാം. നമുക്ക് വിശദീകരിക്കണം. എല്ലാവർക്കും പ്രസംഗം വെക്കുക. അങ്ങനെ ആരെങ്കിലും എഴുതിയാൽ മുക്കിലും മൂലയിലും പ്രസംഗം വെച്ചിട്ട് ഉഷാർ നല്ലതുപോലെ സമർത്ഥിക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ അക്രമത്തിന്റെ മാർഗം നമുക്ക് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് നേട്ടമില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ ശ്രീനാരായണ ഗുരു പറയുന്നു, എന്താ മനുഷ്യാകൃതി പൂണ്ട ദൈവമോ നരവിദ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരക്തമോ. ശ്രീനാരായണ ഗുരു നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യൻ. വ്യക്തിത്വം, ആശയമല്ല ഞാൻ പറയുന്നത്, നല്ല വ്യക്തിത്വമാണ്. ആരെയും നോവിക്കാൻ പാടില്ല, ആരെയും ആക്രമിക്കാൻ പാടില്ല. അത് മുസ്ലിം ആയാലും ഹിന്ദുവായാലും ജൈനമത വിശ്വാസിയായാലും ക്രിസ്ത്യാനി ആയാലും ആരെയും ഒരു മനുഷ്യനെ പോലും നോവിക്കാൻ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച നല്ല വ്യക്തിത്വം. ആദർശമല്ല ഞാൻ നല്ല വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരു. ആ ശ്രീനാരായണ ഗുരു പറയുന്നു, എന്താ പറയുന്നത്? തസ്രീമാനസ് ഒരു ചുക്കും അറിയില്ല മുത്തുനബിയെ പറ്റി. നാരായണ ഗുരു പറയുന്നു, മനുഷ്യാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരക്തമോ. അള്ളാഹുവിന്റെ റസൂൽ മനുഷ്യനല്ല, ദൈവത്തിന്റെ അവതാരമാണ്. ദൈവരൂപത്തിൽ വന്ന മനുഷ്യനാണ്.